ഋതുക്കുട്ടൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ സ്റ്റേജ് പെർഫോമൻസ് ആണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. ഫാൻസി ഡ്രസ് കോമ്പറ്റീഷന് എന്ത് കോസ്റ്റ്യൂം ഇടുമെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴേ എനിക്ക് ശകുന്തളയായിട്ട് ഒരുങ്ങിയാൽ മതിയമ്മേ എന്ന് വന്ന് പറഞ്ഞത് ഋതുക്കുട്ടനാണ് കേട്ടോ. പിന്നെ കൂടുതലൊന്നും ആലോചിക്കേണ്ടി വന്നില്ല കേട്ടോ. ഞങ്ങൾ ഗൂഗിളിൽ നിന്നൊരു റെഫറൻസ് പിക്ചറൊക്കെ എടുത്ത് അടുത്തുള്ളൊരു സ്റ്റിച്ചിങ് സെൻറ്ററിൽ പോയി ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യിപ്പിച്ച് അതിനുള്ള ആക്സറീസൊക്കെ വാങ്ങി റെഡി ആയിട്ടിരുന്നു. ഋതുക്കുട്ടനേക്കാൾ മുമ്പ് ടോക്കൺ നമ്പർ ഉണ്ടായിരുന്ന പല കുട്ടികളും ആബ്സെൻ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഗ്രീൻ റൂമിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഋതുക്കുട്ടനെ ടീച്ചേഴ്സ് എല്ലാവരും കൂടി പിടിച്ച് സ്റ്റേജിലേക്ക് കയറ്റി. ആ ഒരു വെപ്രാളത്തിൽ സ്റ്റേജിൽ പെർഫോം ചെയ്യണോ അതോ അവിടെ നിൽക്കണോ എന്നൊന്നും അറിയാൻ വയ്യാതെ നിൽക്കുകയായിരുന്നു ഋതുക്കുട്ടൻ. പിന്നെ മുന്നിലേക്ക് നോക്കിയപ്പോഴോ ഓഡിയൻസ് ഇരിക്കുന്ന കണ്ടപ്പോൾ കുഞ്ഞ് ആകെ ടെൻഷനായിപ്പോയി കേട്ടോ. മോള് സൈഡിലേക്ക് നോക്കിയപ്പോഴാണ് എന്നെ കണ്ടത്. അപ്പോൾ എന്നെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. ഞാൻ കൈകൊണ്ട് പല ആക്ഷനും കാണിച്ചു നോക്കി. മുന്നിലേക്ക് നടന്നു വന്ന് കുടം കൊണ്ട് വെള്ളം കോരണം, തിരിച്ചു പോകുമ്പോൾ ദർഭമന കൊള്ളുന്നതായിട്ട് കാണിക്കണം. ഇതൊക്കെയാണേ നമ്മൾ വീട്ടിൽ വെച്ച് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് പോയത്. ആ ടെൻഷൻ്റെ ഇടയ്ക്ക് കുഞ്ഞ് പലതും മറന്നുപോയി കേട്ടോ. തിരിച്ചു നടന്നു പോയി ദർഭമന കൊണ്ട് കാല് പൊക്കിയപ്പോഴാണ് കേട്ടോ എല്ലാവരും അത് ശ്രദ്ധിച്ചത്. ഗ്രീൻ റൂമിൽ റെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന കുട്ടിയെ സ്റ്റേജിലേക്ക് വലിച്ചു കയറ്റിയപ്പോൾ ചെരുപ്പ് ഊരാൻ ടീച്ചേഴ്സും മറന്നുപോയായിരുന്നു. അങ്ങനെ ചെരുപ്പിട്ട കാലിൽ ദർഭമന കൊണ്ട ശകുന്തളയായി കേട്ടോ ഋതുക്കുട്ടൻ. വീട്ടിൽ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടും അവിടെ പോയി നന്നായി ചെയ്യാൻ പറ്റാത്തതിൻ്റെ വിഷമം ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ടും പിന്നീടുള്ള സ്റ്റോറി ടെല്ലിങ്ങിനും സോളോ സോങ്ങിനും ഒക്കെ ഫസ്റ്റ് പ്രൈസ് വാങ്ങിയിട്ടാണ് കേട്ടോ ഋതുക്കുട്ടൻ തിരിച്ച് വീട്ടിലേക്ക് വന്നത്.